ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഈ വിഷയം എന്ന് പറഞ്ഞാൽ കൊല്ലം ബി പാർക്കാണ്. ഈ പാർക്കിൽ നിന്നാണ് ഞാൻ വിഷ്വൽസ് എടുത്ത് തുടങ്ങിയത്. കൊല്ലത്തേക്ക് പോയതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊല്ലം സ്റ്റോറീസ് എന്ന സോഷ്യൽ മീഡിയ ചാനലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കൊല്ലം സ്റ്റോറീസിന്റെ ഓഫീസ് വരുന്നത് കൊല്ലത്താണ്. അപ്പം ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ ബി പാർക്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി അവിടെ ഒരു 10 മിനിറ്റ് കറങ്ങി നടന്ന് കണ്ടു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി പാർക്ക് തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ അവിടെ ഒന്ന് കയറിയിട്ടില്ല. വെസ്റ്റ് വഴി കൂടെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണുന്നത് മാത്രമേ ഉണ്ടായിരുന്നു. ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ് അവിടെ കേട്ടോ. നമുക്ക് വെറുതെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാനായാലും ഫ്രണ്ട്സുമായിട്ടൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടാണെങ്കിലും എന്തിനും നല്ലൊരു അനുയോജ്യമായിട്ടുള്ളൊരു സ്പേസ് ആണത് വി പാർക്ക്. രാവിലെ ചെന്നപ്പോഴും അവിടെ ആൾക്കാരുണ്ടോ, ചെസ് കളിക്കുന്നുണ്ടോ? രാവിലെ അവിടെ ആൾക്കാരുണ്ട്, എപ്പോഴും ആൾക്കാരാണ്. അതിനുശേഷം ഞാനും കൊളീഗ് ഗെബിനുമായിട്ട് ശാസ്താംകോട്ട ബോസ്കോ ടൂൾസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്ക് എത്തിയായിരുന്നു. ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനായിരുന്നു അവിടെ ആങ്കറിങ് ചെയ്തിരുന്നത്. എബിനാണ് ക്യാമറ. അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 2:30 മണിയെങ്കിലും ആയി കാണും. അതിനുശേഷം ഞങ്ങളൊരു 5 മണിയായപ്പോഴത്തേക്ക് അവിടെ തിരിച്ച് നേരെ വന്നത് നീണ്ടകര ചൂണ്ട വാങ്ങിക്കുന്ന ഷോപ്പിലേക്ക്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളല്ല, പണ്ട് മുതലേ എനിക്ക് മീൻ പിടിക്കുന്നത് ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചൂണ്ട വാങ്ങിക്കണമെന്ന്. ചെറിയൊരു ചൂണ്ട എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പണ്ട്. അങ്ങനെ ഞാൻ കരുതി എന്തായാലും അവിടം വരെ വന്നേലി ജസ്റ്റ് ഒന്ന് കയറി ഒരെണ്ണം വാങ്ങിച്ചോണ്ടങ്ങ് പോകാമെന്ന്. അങ്ങനെ ഒരു ബിഗിനർക്ക് പറ്റിയ ഒരു ചെറിയൊരു വില കുറഞ്ഞ ഒരു ചൂണ്ട വാങ്ങി. എന്തോരം കളക്ഷൻ! നമ്മൾ ഈ മൊബൈൽ കടയിലൊക്കെ ചെല്ലുമ്പോഴേ നമുക്കിങ്ങനെ വിരിവിരിക്കുമല്ലോ, അതേ കണക്കാണ് ഈ ചൂണ്ടക്കടയിൽ ചെല്ലുമ്പോൾ വിരിവിരിക്കുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. ഒരു പുതിയൊരു ലോകത്തേക്ക് ചെന്ന ഫീൽ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക്. പിന്നെ അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എനിക്ക് എത്ര വലിയ പിടിയില്ല ഇതിനെപ്പറ്റി, എങ്കിലും ഒരാഗ്രഹമാണ് ഭയങ്കര. അങ്ങനെ ഒരു ചൂണ്ട വാങ്ങി അവിടുന്ന് ഇറങ്ങി. ചൂണ്ട വാങ്ങിയത് ഏതാണെന്നൊക്കെ ഞാൻ പിന്നെ അടുത്ത വ്ളോഗിൽ പറയാം. അങ്ങനെ തിരിച്ച് വീടെത്തിയപ്പോഴത്തേക്ക് ഒരു 8 മണിയൊക്കെ ആയി. അങ്ങനെ ഫുഡ് കഴിച്ചിരുന്നപ്പോഴത്തേക്കാണ് ദാ വരുന്ന കരോട് പിള്ളേർ. അങ്ങനെ കരോട് പിള്ളേരെ കൊണ്ട് ഞാൻ അവിടെ നിന്ന് കുറേ ഡാൻസ് കളിപ്പിച്ച്. അവർക്ക് കളിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ പറഞ്ഞു കളിയിടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡാൻസ് കളിപ്പിച്ച് ഒരു വീഡിയോ അങ്ങ് ഷൂട്ട് ചെയ്തു. അങ്ങനെ ആ ദിവസം ഒരു ഹാപ്പി ആയിട്ട് അവസാനിച്ചു. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്